ന്യൂസ് ടെൻസ് ഇന്ന് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ന്യൂസ് 18 പുറം ലോകത്തെത്തിച്ച ഒരു വാർത്തയുടെ തുടർച്ചയിലേക്കാണ്. ചേർത്തലയിലെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കേരളം ഞെട്ടലോടെയാണ് കണ്ടെത്തിയത്. പ്രത്യേകിച്ച് ഐഷ, ബിന്ദു പത്മനാഭൻ, ജൈനമ്മ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ ആയിരുന്നു ചേർത്തലയിൽ കാണാതായത്. അതിന് പിന്നിൽ ആരാണ്, എന്താണ് സംഭവിച്ചത്, ഇവർ ജീവിച്ചിരിപ്പുണ്ടോ, മരണപ്പെട്ടോ? ആ അന്വേഷണം എത്തിപ്പെട്ടത് സൈക്കോ കില്ലർ ആയ സെബാസ്റ്റ്യനിലേക്ക് ആയിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ആ കേസിലെ നിർണായകമായ വഴിത്തിരിവിലേക്കാണ്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം പരാജയപ്പെട്ടു എന്നതാണ്. DNA സാമ്പിൾ പോലും ശേഖരിക്കാനാകാത്ത വിധം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് കണ്ടെത്തുന്നു. ജൈനമ്മയ്ക്ക് പുറമെ കാണാതായ മറ്റു രണ്ടുപേരുടെയും അന്വേഷണം വഴിമുട്ടുന്ന സാഹചര്യം ആണ് ഉള്ളത്. ന്യൂസ് ടെൻസ് ആദ്യം ഇതിലേക്ക് തന്നെ വിശദമായി പോകുന്നു. അതായത് അന്വേഷണ സംഘം സുദീർഘമായ അന്വേഷണ വഴികളിലൂടെയായിരുന്നു കടന്നുപോയത്. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അന്വേഷണമായിരുന്നു. കാരണം ഈ സ്ത്രീകളെ കാണാതായത് പല കാലഘട്ടങ്ങളിൽ ആയിരുന്നു. അന്ന് ഈ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളടക്കം ഇത്രയും മികച്ച രീതിയിൽ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടെലിഫോൺ കോളുകൾ അടക്കമുള്ളവ പരിശോധിക്കുക, ലൊക്കേഷനുകൾ പരിശോധിക്കുക, ഇതെല്ലാം ഏറെ പ്രയാസകരമായിരുന്നു. പക്ഷേ ഈ സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്ന്, പറമ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ ആയിരുന്നു അതിൽ ഏറ്റവും നിർണായകമാകുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. DNA പരിശോധനാ ഫലം പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ ഈ കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ, ശാസ്ത്രീയമായ അടിത്തറയ്ക്ക് ആക്കം കൂട്ടുന്നത് ഈ DNA പരിശോധനാ ഫലമായിരുന്നു. ആ പരിശോധനാ ഫലം ആണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. അതായത് ഐഷ, ബിന്ദു പത്മനാഭൻ എന്നിവരുടെ തിരോധാനം, അവർ മരണപ്പെട്ടോ, അവർ എവിടെയാണുള്ളത്, അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ DNA പരിശോധനാ ഫലം ആയിരുന്നു. എന്നാൽ ആ പരിശോധനാ ഫലം ഇപ്പോൾ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ ഈ രണ്ട് കേസുകളിലും അന്വേഷണ സംഘത്തിന് അങ്ങേയറ്റം തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രിയ പ്രേക്ഷകരെ, അവിടെ ജൈനമ്മ തിരോധാന കേസിൽ മാത്രമാണ് സെബാസ്റ്റ്യനെ പൂട്ടാൻ അന്വേഷണ സംഘത്തിന് സാധിക്കൂ എന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെ ജൈനമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് DNA പരിശോധന ഫലം നടത്തിയപ്പോൾ അത് പോസിറ്റീവായിരിക്കുന്നു. അവിടെ നിന്നും കണ്ടെടുത്ത അസ്ഥികൂടത്തിൽ ഒരു ഭാഗം എന്നത് ജൈനമ്മയുടേത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ സൈക്കോ സെബാസ്റ്റ്യൻ എന്ന് വളരെ കൃത്യമായി പറയാം. അതായത് സെബാസ്റ്റ്യൻ വെറും ഒരു കുറ്റവാളിയായിരുന്നില്ല, അതിവൈദഗ്ധ്യമുള്ള ഒരു കൊലപാതകി എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഒരുപക്ഷെ സിനിമാ കഥകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഇടപെടലുകളും കൃത്യമായി തന്നെ ആളുകളും ബന്ധങ്ങളും ഇല്ലാത്ത സ്ത്രീകളെ ലക്ഷ്യം വെച്ച് അവരെ തൻ്റെ അടുക്കലേക്ക് എത്തിച്ച് അവരെ ഉപയോഗിച്ച ശേഷം അതിവിദഗ്ധമായി കൊല ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തുന്നത്. പക്ഷേ അത് തെളിയിക്കുക എന്നത് പോലീസിന് അസാധ്യമാകുന്ന സാഹചര്യം. അവിടെയാണ് ഒരു കുറ്റവാളിയായ സൈക്കോ സെബാസ്റ്റ്യൻ എല്ലാ തെളിവുകളും നശിപ്പിച്ചു എന്നുള്ളതാണ്. മൃതദേഹം കുഴിച്ചിടുകയല്ല ചെയ്തത്, മറിച്ച് കത്തിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് സെബാസ്റ്റ്യൻ ഇത് കുഴിച്ചിട്ടത് എന്നതാണ് വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്തുകൊണ്ട് DNA ടെസ്റ്റ് പരാജയപ്പെട്ടു? DNA പരിശോധനയ്ക്ക് ഒരു നിശ്ചിത ശതമാനത്തിലുള്ള ശരീരാവശിഷ്ടങ്ങളായിരുന്നു ലഭിക്കേണ്ടത്. അങ്ങനെയുള്ള ശരീരാവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ DNA പരിശോധന നടത്താൻ ഉതകുന്ന തരത്തിലുള്ള ശരീരാവശിഷ്ടം അല്ല ലഭിച്ചത് എന്നതുകൊണ്ടാണ് ഐഷ, ബിന്ദു പത്മനാഭൻ എന്നിവരുടേതാണോ ഈ ശരീരാവശിഷ്ടങ്ങൾ എന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ പറ്റാതെ പോകുന്നത്. അവിടെയാണ് സംശയങ്ങൾ വീണ്ടും ബാക്കിയാകുന്നത്. ഐഷയും ബിന്ദുവും മാത്രമാണോ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്? മറ്റാരെങ്കിലും ഒക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൾ ഇനി മറ്റാരുടേത് എങ്കിലും ആണോ? അങ്ങനെ ഇതാ ഈ സെബാസ്റ്റ്യന്റെ കൊലപാതക പരമ്പരകളുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജൈനമ്മ കേസിനപ്പുറത്ത് വിവരങ്ങൾ ശേഖരിക്കാനോ അല്ലെങ്കിൽ തെളിവുകൾ മുന്നിലേക്ക് കൊണ്ടുവരാനോ പോലീസ് സംഘത്തിന് സാധിക്കാതെ പോകുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, ഏറെ കഷ്ടപ്പെട്ടാണ് അന്വേഷണ സംഘം ഇത്രയെങ്കിലും എത്തിപ്പെട്ടത്. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയിലേക്ക് എത്തുമ്പോൾ
തെളിവുകൾ എന്നതാണ് നിർണായകമാകുന്നത്. അവിടെയാണല്ലോ ഈ DNA പരിശോധനാ ഫലം ഒരുപക്ഷെ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങി നൽകുന്നതിൽ ഏറ്റവും നിർണായകമാകാൻ സാധ്യതയുണ്ടായിരുന്നത്. അവിടെ പരാജയപ്പെടുമ്പോൾ അത് അന്വേഷണ സംഘത്തിന് എത്രത്തോളം വലിയ തിരിച്ചടിയാണ്. തീർച്ചയായിട്ടും കേരളം ഞെട്ടിയ ഒരു കൊലപാതക പരമ്പര തന്നെയായിരുന്നു ചേർത്തല പള്ളിപ്പുറം കേന്ദ്രീകരിച്ച് സെബാസ്റ്റ്യൻ എന്ന 60-കാരനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. ഇയാൾക്ക് കീഴിൽ ഇയാളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന സ്ത്രീകൾ പിന്നീട് അവരെ ഒരു കാലയളവിന് ശേഷം കാണാതാകുന്നു. അവർ ജീവനോടെ ഉണ്ട് എന്ന് പല ഘട്ടത്തിലും അവരുടെ ബന്ധുക്കളെ പല വഴിക്കും ഇയാൾ വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 2006 മുതലാണ് നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കേസ് ഉള്ളത്. അത് ബിന്ദു പത്മനാഭൻ കേസാണ്. ബിന്ദു പത്മനാഭൻ കേസ് 2006 ബിന്ദു മിസ്സിംഗ് ആണെങ്കിൽ പോലും ബിന്ദു ജീവനോടെ ഉണ്ടെന്ന് പല ഘട്ടത്തിലും ബിന്ദുവിന്റെ ബന്ധുക്കളെ അടക്കം വളരെ വിദഗ്ധമായി അയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. 2013 ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ പൂർണ്ണമായി തട്ടിയെടുത്തു. അതായത് ഇടപ്പള്ളിയിൽ അടക്കമുള്ള ഇവരുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ പവർ ഓഫ് അറ്റോർണി മുഖാന്തരം തന്റെ പേരിലേക്കാക്കി ഇയാൾ വിൽപ്പന നടത്തിയതോടെയാണ് ഈ സെബാസ്റ്റ്യൻ എന്നുള്ള വ്യക്തി ആര് എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചന പോലീസിന് പോലും ലഭ്യമാകുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം അന്വേഷണ സംഘം നടത്തിയ പരിശോധനകളിലൊന്നും തന്നെ ബിന്ദു പത്മനാഭൻ എവിടെയെന്നോ ആദ്യം ചേർത്തല പോലീസ് അന്വേഷിക്കുന്നു. പിന്നീട് ഈ ബിന്ദു പത്മനാഭൻ ഐഷ കേസുകൾ, അതായത് ആദ്യം ഇത്തരത്തിൽ കുത്തിയതോടെ പോലീസ് സ്റ്റേഷനിൽ പരാതി ബിന്ദുവിന്റെ സഹോദരൻ നൽകുന്നു. അതിനുശേഷം പട്ടണക്കാട് പോലീസ് അതിൽ FIR ഇടുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ചേർത്തലയിൽ ഐഷ കേസ് കൂടി ഉണ്ടാകുന്നു. ഈ 2 കേസുകളിലേക്ക് വരുമ്പോൾ ബിന്ദു പത്മനാഭന്റെ കേസിൽ തുടക്കത്തിൽ സെബാസ്റ്റ്യൻ എവിടെയും പിടികൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ബിന്ദു എന്നുള്ള രൂപേണെ മറ്റൊരു സ്ത്രീയെ കൊണ്ടുപോകുന്നു. ഇവരൊക്കെ തന്നെ ഈ കേസിൽ പ്രധാന ആൾമാറാട്ടം നടത്തിയത് ആ സ്ത്രീയാകുന്നു. അങ്ങനെ പ്രധാന ഈ കേസിലെ പ്രതികൾ അവരായി മാറുകയും സെബാസ്റ്റ്യൻ സേഫായി പുറത്തു നിന്നാണ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തെന്നുള്ളതാണ്. ബിന്ദു പത്മനാഭൻ കേസിൽ വെറും ഒരു ആൾമാറാട്ടം അല്ലെങ്കിൽ വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള വിഷയങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടി അയാൾ പിന്നീട് ജാമ്യത്തിൽ വരികയാണ് ചെയ്യുന്നത്. ഈ 2013 കാലയളവിലേക്ക് വരുമ്പോഴാണ് 2013 ഐഷ എന്ന സ്ത്രീ കാണാതാകുന്നത്. ഐഷയെ കാണാതാകുന്ന ഘട്ടത്തിലും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഈ കേസിൽ നിലനിന്നിരുന്നില്ല എന്നുള്ളതാണ്. ബിന്ദുവിന്റെ സഹോദരൻ പരാതി നൽകുന്നു. 2013 കാലയളവിൽ പിന്നീട് ആ കേസ് സജീവമായി വരുന്നത് 2017 കാലയളവിലാണ്. അപ്പോൾ 2006 തൊട്ട് ബിന്ദു മിസ്സിംഗ് ആണ് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തുമെങ്കിലും കൊലപാതകം എന്നൊരു കണക്കിലേക്ക് പോകുന്നില്ല. പിന്നീട് ജൈനമ്മയെ, അതായത് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മ കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ 2024 ഡിസംബറിൽ അവർ കൊല്ലപ്പെട്ടു എന്നുള്ള കേസുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ പോലീസ്, അതായത് കോട്ടയം ക്രൈംബ്രാഞ്ച് ഈ സെബാസ്റ്റ്യനെ അന്വേഷിച്ച് ഇവിടേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ കൊലപാതക പരമ്പരകളുടെ ചുരുൾ അഴിയുന്നത് എന്നുള്ളതാണ്. അന്ന് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ, അതായത് അന്ന് പ്രധാനമായും അഭിലാഷ് അവിടെ നിന്ന് കണ്ടെത്തിയത് കുറെ എല്ലുകളുടെ കഷ്ണങ്ങളായിരുന്നു. പിന്നീട് ഒരു പല്ലിന്റെ, അതായത് ഒരു മോണഭാഗത്തിന്റെ പല്ലിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ആ പല്ല് എന്ന് പറയുന്നത് ആ പല്ലെന്ന് പറയുന്നത് ഒരു ക്യാപ്പ് ചെയ്ത പോലത്തെ ഒരു പല്ലിന്റെ അവശിഷ്ടമാണ് കിട്ടിയത്. അപ്പോൾ ഇത് ജൈനമ്മയുടേതല്ല എന്ന് ജൈനമ്മയുടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു. മാത്രമല്ല ഈ ജൈനമ്മ ഇത്തരത്തിൽ പല്ലുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ആളല്ല എന്നും അവരുടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. അപ്പോൾ ഇത് ആരുടേതെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് ആണ്. അതിനിടയിൽ തന്നെ ഐഷ എന്നുള്ള സ്ത്രീ അവരുമായി കണക്ട് ചെയ്ത് ഈ ജൈനമ്മ കേസിന്റെ തുടക്കത്തിൽ എവിടെയും അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ റോസമ്മ എന്ന സ്ത്രീ ന്യൂസ് 18 നടത്തിയ ഒരു ഫോളോ അപ്പിന്റെ ഭാഗമായി റോസമ്മ എന്ന സ്ത്രീയെ നമ്മൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് അവർ കൃത്യമായി ഈ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തായ റോസമ്മ പറഞ്ഞു ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഐഷയെ സെബാസ്റ്റ്യൻ വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൊലപ്പെടുത്തിയതാകും എന്നുള്ളൊരു വെളിപ്പെടുത്തൽ ന്യൂസ് 18ലൂടെ റോസമ്മ നടത്തുന്നതോടെയാണ് ഐഷ കേസ് ഈ സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനിടയിൽ, അതായത് ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് ആണ്, ഐഷ മിസ്സിംഗ് ആണ്, അതിനിടയിൽ 2 സ്ത്രീകൾ കൂടി മിസ്സിംഗ് ആണ് എന്നുള്ളത് 2 കേസുകൾ കൂടി റീഓപ്പൺ ചെയ്തു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഒരു നമ്മുടെ തിരുവഴ സ്വദേശിയായ ഒരു സ്ത്രീയുടെ, ബിന്ദു എന്ന സിന്ധുവിൻ്റെയും, ഒപ്പം തന്നെ കോട്ടയം അതിനിടയ്ക്ക് വന്ന ഇവരുടെ ഏലിയാമ്മ എന്നൊരു സ്ത്രീയുടെ കൂടി
കേസ് കൂടി റീഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം നമ്മുടെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായ സ്ത്രീകളാണ്. അതിൽ തന്നെ 3 കേസുകൾ മാത്രമാണ് കണക്ട് ചെയ്യാനായി ഇവർക്ക് കഴിഞ്ഞത്. അതായത് ബിന്ദു പത്മനാഭൻ, ഐഷ തിരോധാനം, ഒപ്പം തന്നെ ജൈനമ്മ തിരോധാനം. ഈ 3 സ്ത്രീകൾ ഡയറക്റ്റ് സാക്ഷിമൊഴികൾ അടക്കം ലഭിച്ചുകൊണ്ട് ഇവർക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നു. അതേസമയം കൂത്താട്ടുകുളം സ്വദേശിയായ ഏലിയാമ്മയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ സെബാസ്റ്റ്യന്റെ ചിത്രങ്ങളടക്കം ഏലിയാമ്മ ചിലവഴിച്ചിരുന്ന അവസാന സമയങ്ങളിൽ ഉണ്ട് എന്ന് കരുതി ചിലവഴിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊണ്ട് കാണിച്ചപ്പോൾ ആ ചിത്രങ്ങളടക്കം സെബാസ്റ്റ്യനെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഏലിയാമ്മയുടെ മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കേസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘത്തിന് ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സ്ത്രീകൾ എവിടെ എന്നുള്ള ചോദ്യം ഒന്നാമതായി നിൽക്കുന്നു. അതിൽ തന്നെ ഇപ്പോൾ ജൈനമ്മ ഈ കേസിൽ ഏറ്റവും നിർണായകം ഈ കിട്ടിയ അസ്ഥികൂടങ്ങൾ, അതായത് അസ്ഥികൂടങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, മനുഷ്യ ശരീരത്തിന്റെ അസ്ഥികളാണ് ലഭിച്ചത്. അത് കൂട്ടിയിട്ട് കത്തിച്ച നിലയിലായിരുന്നു ഈ അസ്ഥികൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഈ ആളുകളുടെ എല്ലാം ബന്ധുക്കളെ വിളിച്ച് അന്വേഷണ സംഘം അവരുടെ രക്തസാമ്പിളുകൾ അടക്കം ശേഖരിച്ചു. ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ ഇറ്റലിയിലായിരുന്നു, അയാൾ ഉൾപ്പെടെ വിളിപ്പിച്ച് ഈ സാമ്പിളുകൾ ശേഖരിച്ച് ഇവരുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഈ ബോണിൽ നിന്നും DNA കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിന് ഇവിടെ നിന്നുള്ള ഒരു നമ്മുടെ തിരുവനന്തപുരത്ത് പരിശോധനയിലേക്ക് മാറ്റാതെ ഇത് ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ച് വലിയ പണം ചിലവാക്കിയാണ് അന്വേഷണ സംഘം ഈ ഒരു പരിശോധനയ്ക്കായി ഈ ബോൺസ് അയക്കുന്നത്. അപ്പോൾ ആ കേസിനകത്ത് സെബാസ്റ്റ്യന്റെ വീടിനകത്ത് നിന്നും ബ്ലഡ് സ്റ്റെയിൻസ് ഇവർക്ക് കിട്ടിയിരുന്നു. അതായത് ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീടിന്റെ ശുചിമുറിയിൽ നിന്ന് ബ്ലഡ് സ്റ്റെയിൻസ് അടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ ബാക്കിയുള്ളവരുടെ കേസിലൊന്നും വേറെ തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. അപ്പോൾ ഈ ഐഷ ഈ സമാനമായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ആളാണ് എന്നുള്ളത് ഐഷയുടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചിരുന്നു. ഈ ക്യാപ്പിട്ട പല്ല് കിട്ടിയ ആ ഒരു പല്ലിന്റെ ഭാഗം, അതായത് ഈ അസ്ഥി ഭാഗം കിട്ടിയത് സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഇത് ഐഷയുടെ തന്നെ ആകുമെന്നുള്ളൊരു ഹോപ്പ് അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. നമ്മൾ ഈ റോസമ്മയെ പുറത്തുവിട്ടു. റോസമ്മയുടെ തൊട്ടടുത്തുള്ള ഒരു അധ്യാപികയായ എലിസബത്ത് ജേക്കബിനോട് നമ്മൾ ഇവർ തമ്മിലുള്ള അടുത്ത ബന്ധങ്ങളെക്കുറിച്ചുള്ള സ്ഥിരീകരണങ്ങൾ എടുത്തു. അതോടെ അന്വേഷണ സംഘം റോസമ്മയെ ഇതിനകത്ത് ചോദ്യം ചെയ്തപ്പോൾ സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം വരികയും ഈ ബിന്ദു പത്മനാഭൻ കേസ് ഒപ്പം തന്നെ ഐഷ കേസ് അത് രണ്ടും കൊലപാതക കുറ്റങ്ങളായി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചേർത്തല പോലീസും ആലപ്പുഴ ക്രൈംബ്രാഞ്ചുമാണ് ഈ ബിന്ദു കേസും ഐഷ കേസും അന്വേഷിച്ചിരുന്നത്. ബാക്കി 2 സ്ത്രീകൾ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഇതിലിപ്പോൾ ശരണ്യ പറയുന്നത് അനുസരിച്ച് ഐഷ തിരോധാനം, ഐഷയുടേത് എന്ന തരത്തിലുള്ള ചില ശേഷിപ്പുകൾ അവിടെ നിന്ന് ലഭിച്ചുവെങ്കിലും അതിലും ഏറ്റവും നിർണായകമാകേണ്ടിയിരുന്നത് DNA പരിശോധനയിൽ തെളിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനി മുന്നിലേക്കുള്ളത് ഈ സാഹചര്യ തെളിവുകളും ദൃക്സാക്ഷികളില്ല, പക്ഷേ ഇവർ തമ്മിലുള്ള സൗഹൃദം അല്ലെങ്കിൽ ഏറ്റവും ഈ ഐഷയെ കാണാതാകുന്ന സമയത്തടക്കം സെബാസ്റ്റ്യനുമായി പുലർത്തിയിരുന്ന ബന്ധം, അത്തരം മൊഴികൾ, മറ്റുള്ളവർ നൽകിയ വിവരങ്ങൾ, ഈ സാഹചര്യ തെളിവുകൾക്കപ്പുറത്ത് ശാസ്ത്രീയമായി ലഭിക്കേണ്ടിയിരുന്ന ഏറ്റവും നിർണായകമായ ഒരു തെളിവ് ഇതോടുകൂടി ഇല്ലാതായി എന്നാണല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നിരാശാജനകം എന്ന് തന്നെ പറയാം അഭിലാഷ്. കാരണം ഈ കേസിൽ സാക്ഷിമൊഴികൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ അവിടെയും അതിവിദഗ്ധമായാണ് സെബാസ്റ്റ്യൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് സെബാസ്റ്റ്യൻ ഈ സ്ത്രീകളുമായി അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും സ്ഥിരീകരിക്കുന്നു. ഒരു പരിധിക്കപ്പുറമുള്ള അടുപ്പമായിരുന്നു ഇവരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നുള്ള സ്ഥിരീകരണമുണ്ട്. പക്ഷേ ഈ അവസാന നാളുകളിൽ ഈ സ്ത്രീകളും സെബാസ്റ്റ്യനും മിസ്സിംഗ് ആവുന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ സ്ത്രീകൾ അവസാനം പോയത് സെബാസ്റ്റ്യൻ അവരെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചു എന്നാണ് അയാൾ മൊഴി നൽകിയിരിക്കുന്നത്. അയാളുടെ ഒരു കുറ്റസമ്മത മൊഴി മാത്രമാണ് ഈ കേസിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കേസിൽ, ബിന്ദു പത്മനാഭൻ കേസിൽ ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ബിന്ദുവിന് സമാനമായ രീതിയിൽ മറ്റൊരു സ്ത്രീയെ റെഡിയാക്കി ഫോട്ടോയ്ക്ക് സാദൃശ്യം തോന്നുന്ന രീതിയിൽ ഒരുക്കുകയൊക്കെ ചെയ്തു. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രമാത്രം കോടതിയിൽ നിൽക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൽ തന്നെ ഈ കൊലപാതകം നടത്തിയെന്ന് കരുതുന്ന വെപ്പൺസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊന്നു എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇവരാണ് അവിടെ മരിച്ചു കിടക്കുന്നത് എന്ന് സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു എവിഡൻസിലേക്കും പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചേർത്തല പോലീസ്, അതായത് ഐഷ തിരോധാനം അന്വേഷിക്കുന്ന ചേർത്തല പോലീസ്, അത് ലോക്കൽ പോലീസ് തങ്ങളുടെ ഈ കേസ് കൂടി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു ഹോപ്പ്ലെസ് ആയ ഒരു കേസുകളായി ഇത് മാറുന്നു എന്നുള്ളതാണ്. അതിലാണ് സെബാസ്റ്റ്യന്റെ അതിവിദഗ്ധമായ രീതിയിലുള്ള
കൊലപാതക രീതി എന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ തന്നെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കേസായി ഈ കേസുകൾ മാറും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അയാൾ ഓരോ കേസിലും എടുത്തിട്ടുള്ള രീതി, അതായത് ഇയാൾ പറഞ്ഞിട്ടുള്ള മൊഴികൾ പ്രകാരം ബോഡി ഈ സ്ത്രീകളെ അവിടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അയാൾ സമ്മതിക്കുന്നത്. ഇവർ രണ്ടുപേരും പരസ്പര സമ്മതപ്രകാരം എത്തുന്നത് കൊണ്ട് തന്നെ അതീവ രഹസ്യമായി ഈ ബന്ധങ്ങളെ അയാൾക്ക് കൊണ്ടുവരാനും ഈ സ്ത്രീകളെ എത്തിക്കാനും അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പറഞ്ഞിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബോഡി പല കഷ്ണങ്ങളായി ഇയാൾ മുറിച്ചിട്ടുണ്ട്. അത് പല ചെറു കുഴികൾ എടുത്ത് ഇയാൾ മൂടും. അതിനുശേഷം 2-3 മാസങ്ങൾക്ക് ശേഷം ഈ ശരീരം ജീർണിച്ച ശേഷം ഈ ബോൺസ് എടുത്തിട്ട് ഇയാൾ കത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഉയർന്നു വന്നിട്ടുള്ള ചില ആക്ഷേപങ്ങളുണ്ട്. അതായത് ബിന്ദു പത്മനാഭൻ കേസിൽ ഇയാൾ പിടിക്കപ്പെടുമ്പോൾ ബിന്ദുവിൻ്റെ ഇടപ്പള്ളിയിലെ അടക്കമുള്ള ഭൂമി വിറ്റതിൽ ഇയാൾക്ക് നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ പോലീസിനെ വിലക്കെടുത്ത് എന്തായാലും ശരണ്യ സ്നേഹജൻ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും നിർണായകമാകുന്ന ചില തെളിവുകൾ, വിവരങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ കോടതിയിലേക്ക് എത്തേണ്ട ഏറ്റവും നിർണായകമാകുന്ന DNA പരിശോധനാ ഫലം അത് നിരാശപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സൈക്കോ കില്ലർ എന്ന സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ നേരത്തെ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതിൽ ഏറ്റവും നിർണായകമാകേണ്ടിയിരുന്നത് ഈ DNA പരിശോധനാ ഫലം ആയിരുന്നു. ആ പരിശോധനാ ഫലം ആണ് ഇപ്പോൾ നെഗറ്റീവ് ആകുന്നത് എന്ന് പറയുമ്പോൾ ശരണ്യ, ഇതിലിപ്പോൾ ഈ ജൈനമ്മയുടേത് എന്തായാലും പോസിറ്റീവാണ്. ജൈനമ്മയുടെ മൃതദേഹത്തെ അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടത്തെ കൃത്യമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നു എന്നതാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ കേസിൽ സെബാസ്റ്റ്യൻ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അത് ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആയിരിക്കും. ജൈനമ്മ മരണപ്പെട്ടു എന്നത് അന്വേഷണ സംഘത്തിന് ഇതിലൂടെ സ്ഥിരീകരിക്കാനും പറ്റുന്നു. മറ്റ് ദുരൂഹതകൾ അതേപടി നിലനിൽക്കുന്ന സാഹചര്യം, ഐഷയെയും ബിന്ദു പത്മനാഭനെയും ഒക്കെ കാണാതായി എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇവർ തന്നെയാണോ കൊല്ലപ്പെട്ടത് എന്ന സംശയം ബലപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയ തെളിവ് മുന്നിലേക്ക് നിരത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കാതെ പോകുന്നു. അവിടെയാണല്ലോ ഈ ജൈനമ്മ കേസിലെ DNA പരിശോധനാ ഫലം പോസിറ്റീവാണ് എന്നത് നിർണായകമാകാൻ പോകുന്നത്. ഒരുപക്ഷെ കോടതിയിലേക്കൊക്കെ എത്തുമ്പോൾ അതിൽ ശിക്ഷ വിധിക്കുമ്പോഴൊക്കെ ഒരേ ഒരു കൊലപാതകം ചെയ്തു എന്നത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ശിക്ഷ ലഭിക്കാൻ പോകുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ വലിയ ശിക്ഷ അല്ലെങ്കിൽ പരമാവധി ശിക്ഷയിലേക്കൊക്കെ പോകാം. കാരണം ഇയാളൊരു സൈക്കോ കില്ലറാണ്. ഒരു ദയവുമില്ലാതെ നിരവധി സ്ത്രീകളെ കൊല ചെയ്തു എന്ന നിലയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഈ ജൈനമ്മയുടേത് പോസിറ്റീവാണ് എന്നത് അന്വേഷണ സംഘത്തിന് ആ നിലയിൽ എത്രത്തോളം ആശ്വാസം നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും അത് വലിയ ഒരു കാര്യം തന്നെയാണ്. അതായത് കോട്ടയം ക്രൈംബ്രാഞ്ച് ഈ കേസിനകത്ത് സെബാസ്റ്റ്യനെ കൊടുക്കാനുള്ള എല്ലാ വഴിയും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാജൻ സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതൊരു വലിയ ടീം തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കോട്ടയം ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ ഒരു വിദഗ്ധമായ ടീം തന്നെയാണ്. അതിൽ ഏറ്റവും എഫേർട്ട് എടുത്തിട്ടുള്ളതും കോട്ടയം ക്രൈംബ്രാഞ്ചാണ്. അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം സെബാസ്റ്റ്യനെ വലയിലാക്കാൻ മിടുക്ക് കാണിച്ചത് അവരാണ് എന്നുള്ളത്. ഈ കേസിനകത്ത് ഇപ്പോൾ ഇവിടുത്തെ കേസുകളിൽ അയാൾ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും അയാൾക്ക് നിസ്സാരമായി പുറത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. പക്ഷേ ജൈനമ്മ കേസിൽ അയാൾക്ക് പൂട്ട് വീണിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. കാരണം ആ രക്തസാമ്പിളുകൾ ഒപ്പം തന്നെ ജൈനമ്മയുടെ DNA സാമ്പിൾസ് പരിശോധിച്ചതിൽ മാച്ച് ആയിട്ടുണ്ട്. അത്തരത്തിൽ അവിടെ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ജൈനമ്മയുടേതാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നിലവിലെ സെബാസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം കുറ്റപത്രം ജൈനമ്മ കേസിൽ കൊടുത്തിരുന്നു. സെബാസ്റ്റ്യൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. വിചാരണ ഒരുപക്ഷെ അയാളുടെ ട്രയൽ ആരംഭിക്കുന്ന സമയത്തും അയാൾ ജയിലിൽ തന്നെ തുടരാനാണ് സാധ്യത. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും ഈ മറ്റ് സ്ത്രീകളുടെ കുടുംബങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. ആ കേസിൽ സെബാസ്റ്റ്യൻ നിസ്സാരമായി പുറത്തു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോഴും ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെട്ട 4-5 സ്ത്രീകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെവിടെയെന്നുള്ള ചോദ്യം പ്രസക്തമായി ഉയർന്നു നിൽക്കുകയാണ്. അഭിലാഷ്, അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭാവി വഴിമുട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നു. ഒരു പക്ഷേ ശരണ്യ, ഇനിയിപ്പോൾ അന്വേഷണ സംഘം ഏറ്റവും കാര്യക്ഷമമായി തന്നെ പരിശോധനാ ഫലം ലഭിക്കാവുന്ന ഇടത്താണല്ലോ പരിശോധന നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയൊരു ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ഇത് തെളിയിക്കപ്പെടുക എന്നത് സാധ്യമാകുന്ന ഒന്നാണോ? ഇനി കൂടുതൽ
ഈ നേരത്തെ നമുക്കറിയാമല്ലോ എത്രയോ കഷ്ടപ്പെട്ടാണ് ഈ അവശിഷ്ടങ്ങളടക്കം ശേഖരിച്ചത്. അത് ശേഖരിച്ചപ്പോൾ പോലും ലഭിച്ച അവശിഷ്ടങ്ങൾ എന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റുന്ന തരത്തിലല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനി അത്തരം കൂടുതൽ പരിശോധനകളിലേക്ക് അല്ലെങ്കിൽ ലഭിച്ച അവശിഷ്ടങ്ങളുടെ കൂടുതൽ പരിശോധനകൾ അതൊക്കെ വലിയ പ്രയാസകരമാകുന്ന സാഹചര്യമല്ലേ ഉള്ളത്? അതെ, ഈ കേസിനകത്ത് ഇപ്പോൾ ഐഷ കേസിനകത്താണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. കാരണം അതിനകത്ത് പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഐഷയുടെ ഈ സാക്ഷിമൊഴികൾ ഈ കേസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഐഷയുടെ ഒരു സുഹൃത്ത് അവർ നൽകിയിട്ടുള്ള ഒരു മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഐഷ ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട്, അതായത് ഐഷ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നതിൻ്റെ 2 ദിവസം മുമ്പ്, അതായത് തിങ്കളാഴ്ച രജിസ്ട്രേഷൻ ആണെങ്കിൽ വെള്ളിയാഴ്ചയാണ് ഐഷയെ കാണാതാകുന്നത്, ശനിയാഴ്ചയാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ളതാണ്. അതിന് മുൻപത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ ഐഷയുടെ വീട്ടിൽ വെച്ച് തർക്കമുണ്ടാവുകയും ഈ പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ഐഷയുടെ മുഖത്തടിക്കുകയും ചെയ്തു എന്ന ഒരു സാക്ഷിമൊഴി, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാക്ഷിമൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാക്ഷിമൊഴികളൊക്കെ വെച്ചിട്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റസമ്മത മൊഴി സെബാസ്റ്റ്യൻ ഉണ്ടെന്ന് പറയുമ്പോഴും സെബാസ്റ്റ്യൻ അത് എപ്പോൾ വേണമെങ്കിലും മലക്കം അറിയാം. കാരണം ഈ ചോദ്യം ചെയ്യലിനിടയിൽ പലപ്പോഴും സെബാസ്റ്റ്യൻ പറഞ്ഞ, അതായത് വീട്ടിൽ നിന്നും അന്വേഷണ സംഘം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിനകത്തിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതായത് പുറത്ത് അസ്ഥികൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് തൻ്റെ വീടെന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന കോമ്പൗണ്ടാണ്, പലയിടത്തും വേലിയില്ല, മതിലില്ല, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊണ്ടിടാമെന്ന് അയാൾ കോൺഫിഡൻസോടെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. തുടക്കത്തിലെ കേസുകളിൽ, അതായത് ബിന്ദു പത്മനാഭൻ കേസുകളിൽ ഇയാൾ പുറത്തേക്ക് വരാൻ വേണ്ടി ഇയാൾക്ക് കൃത്യമായ നിയമവശങ്ങളും ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതൊരു എങ്ങനെ കൃത്യമായി ഇതിനെ തെളിവുകൾ അവശേഷിപ്പിക്കാതെ ഇല്ലാതാക്കാം എന്നതിനെ സംബന്ധിച്ചും ഒരു പരിശീലന രീതിയിൽ അയാൾ അതിനെ ആ രീതിയിൽ മറികടക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യനോടൊപ്പം അറിയാവുന്നവർ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാനാവുക. കാരണം അതിന് അയാൾക്ക് നിയമപരമായി എങ്ങനെ ഇതിനെ മറികടക്കാമെന്നുള്ള ആ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന സമയത്ത് ആ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഓരോ കൊലപാതകങ്ങളിൽ നിന്നും കൂടുതൽ കോൺഫിഡൻസോടെ അടുത്തതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണ്, അയാൾ ഒരു കൃത്യമായ ഇടവേളകളിൽ കൊലപാതകം നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ബിന്ദു പത്മനാഭനും ഐഷയും കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ, അതായത് 2024 ഡിസംബറിലേക്ക് വരും വരെയും അയാൾ വെറുതെ ഇരുന്നിട്ടുണ്ടാകും എന്നുള്ളത് അന്വേഷണ സംഘം ഒരിക്കലും കരുതുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ മറ്റ് മിസ്സിംഗ് ആയ കേസുകൾ കൂടി അതിനകത്ത് പ്രധാനപ്പെട്ടതായി വരുന്നതുള്ളൂ. പക്ഷെ അവരിലേക്ക് കണക്ട് ചെയ്യാനുള്ള യാതൊന്നും കിട്ടിയിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘങ്ങൾ ആ മറ്റ് കേസുകളുടെ ഒക്കെ സമാന സാഹചര്യത്തിൽ മിസ്സിംഗ് ആയ സ്ത്രീകളുടെ ഒക്കെ അത് ഈ 2 കൂട്ടരും ഭർത്താക്കന്മാർ ഇല്ലാത്തവരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുമായി അകന്നു കഴിയുന്നവർ, സാമ്പത്തിക പ്രതിസന്ധിയുള്ള സ്ത്രീകൾ, കുടുംബ പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കേസിനും ഒരു സമാനമായ രീതി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മറ്റ് കേസുകളിലേക്കൊന്നും കണക്ട് ചെയ്ത് പോകാൻ പോലും അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. എല്ലായിടത്തും സെബാസ്റ്റ്യൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത്. കാരണം കൂത്താട്ടുകുളത്ത് നമ്മൾ നേരിട്ട് പോയി അവിടെ ഉള്ള ആളുകളുമായി സംസാരിച്ചു. ബസ് സ്റ്റാൻഡിൽ പോയതാണ്, നമ്മൾ സെബാസ്റ്റ്യൻ്റെ ചിത്രം കാണിച്ചു. വർഷങ്ങളായി അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീ അടക്കം, ഈ കൂത്താട്ടുകുളത്തെ ഏലിയാമ്മയുടെ സുഹൃത്തായ സ്ത്രീ അടക്കം ഇയാളെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇയാളിലേക്ക് കണക്ട് ചെയ്ത് പോകാൻ പോലീസിന് കഴിയാത്തത് തെളിവാണ് വേണ്ടത് എന്നുള്ളതാണ്. ആ എവിഡൻസ് കിട്ടുന്ന ഏറ്റവും നിർണായകമായ കാര്യം ആയിരുന്നു ഈ DNA സാമ്പിൾസ് എന്നുള്ളതാണ്. ഈ ബോൺസ് ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ഹോപ്പ്. അത് അവർക്ക് നഷ്ടമായി. അതിൽ ആ വലിയൊരു തിരിച്ചടി അന്വേഷണ സംഘത്തിന് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും നമ്മളിപ്പോൾ ഇതിന് ഇയാളൊരു സീരിയൽ കില്ലർ എന്നുള്ളൊരു പരിവേഷത്തിലേക്ക് ഇയാൾ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഏലിയാമ്മ, ഏറ്റുമാനൂർ സ്വദേശിയായ ഏലിയാമ്മയെ ഡിസംബർ കൊലപ്പെടുത്തിയ ശേഷം അയാൾ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ അടുത്ത സ്ത്രീയിലേക്ക് അയാൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ കുത്തിയതോടെ സ്വദേശിയായ മറ്റൊരു സ്ത്രീ, അതായത് ആലപ്പുഴയിലെ ഒരു ആരാധനാലയം കേന്ദ്രീകരിച്ച് വന്ന അവിടെയായിരുന്നു ഇയാളുടെ ഫോക്കസ് ഏറ്റവും ഒടുവിൽ നിന്നിരുന്നത്.
അവിടെ വന്ന് നിന്ന് അവിടെ എത്തിയ ഒരു സ്ത്രീയെ ഇയാൾ പോത്ത് വിൽപ്പനക്കാരനാണ് എന്ന് പറഞ്ഞ് സമീപിച്ചു. അതൊരു കൃഷി ചെയ്യുന്ന സ്ത്രീ. അപ്പോൾ അതൊക്കെ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരം. ആ പോത്ത് വിൽപ്പന വളർത്തിയിരുന്ന ഒരു സ്ത്രീയെ പോത്ത് വിൽപ്പനക്കാരനാണെന്ന് പറഞ്ഞ് സമീപിച്ച് ഈ സ്ത്രീയുമായിട്ടുള്ള ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇയാൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ജൈനമ്മയെ കൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ അടുത്തതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതിൽ കൃത്യമായ ഇടവേളകളുണ്ട്. ആ ഇടവേളകൾ ഇയാൾ ഒരിക്കലും വെറുതെ ഇരിക്കില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് കഴിയുന്നത്. എന്തായാലും അഭിലാഷ്, ഇത് ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട കുറേ സ്ത്രീകൾ പ്രത്യേകിച്ച് അന്വേഷിച്ച് കണ്ടെത്താനൊന്നും കഴിയാവുന്ന സാമ്പത്തിക സാഹചര്യമുള്ള സ്ത്രീകളല്ല ഇവരാരും കാണാതെ പോയിരിക്കുന്നവർ. അപ്പോൾ ഇവർ എത്ര പേർ ഇയാളുടെ ഇരയായിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആർക്കും ഉത്തരം നൽകാൻ കഴിയില്ല. ഇയാൾ ബിന്ദുവിൽ മാത്രമാണോ തുടങ്ങുന്നത്, അതോ ബിന്ദുവിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഇയാൾക്ക് ഇത്ര കോൺഫിഡൻസ് എങ്ങനെ വന്നു മറ്റ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇത്രയും തിരിമറികൾ നടത്താൻ? ആധാരം മാറ്റുന്നു, അയാളുടെ വില്ലേജ് ഓഫീസുകളിൽ ഒപ്പം തന്നെ രജിസ്ട്രേഷൻ ഓഫീസുകൾ തിരിമറി നടത്തുന്നു. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണോ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ഒരു ലാൻഡ് മാഫിയ ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അന്വേഷണ സംഘം അതിലോട്ടൊന്നും പോകുന്നില്ല. അവർ നിൽക്കുന്നത് സെബാസ്റ്റ്യനിലാണ്. സെബാസ്റ്റ്യൻ ആണെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവരുടെ മുന്നിൽ നിൽക്കുന്നു. ഇവരെ ഹിപ്നോട്ടിസ് ചെയ്ത് സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ശാസ്ത്രീയമായി ഡോക്ടറുടെ സഹായത്തോടെ അങ്ങനെ തേടാൻ ശ്രമിച്ചു. ആ തേടുന്ന ഘട്ടങ്ങളിലൊക്കെ ഇയാളെ ഹിപ്നോട്ടിസം നടത്തുമ്പോൾ പോലും അയാൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അയാളുടെ വിരലുകൾ കൊണ്ട് കണ്ണടച്ചിരിക്കുമ്പോഴും വിരലുകൾ കൊണ്ട് തുടയിൽ പതുക്കെ തട്ടി അയാൾ ഉണർത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അയാൾ മാറിയാണ് പിന്നീട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആളാണ് ഇയാൾ എന്നുള്ളതാണ്. പ്രമേഹ രോഗിയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇയാളെ പല രീതിയിൽ, അതായത് ഇയാളെ മറ്റു രീതിയിൽ പോലീസ് പുറയിലൊന്നും ചോദ്യം ചെയ്യാതെ തന്നെ ഇവരെ മാനസികമായി തളർത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തി. ഇയാളുടെ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഇയാളെ വിവസ്ത്രനായി നിർത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമം നടന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ അയാൾ അതിനെയൊക്കെ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാനസികമായി ശരണ്യ, ഇതിപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ശാസ്ത്രീയമായ തെളിവുകൾ പരാജയപ്പെടുന്നു, അതിൽ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട തെളിവ് മാത്രം മുന്നിൽ നിൽക്കുന്നു എന്ന സാഹചര്യം മാത്രമാണ് ഉള്ളത്. ഇനിയിപ്പോൾ മറുഭാഗത്ത് ഈ പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കുക ഇത്തരം ചോദ്യം ചെയ്യലിലൂടെ. പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് ആ മൊഴി മാറ്റി പറയാം, അല്ലെങ്കിൽ പോലീസ് തന്നെ പീഡിപ്പിച്ചാണ് ഇത്തരത്തിൽ പറയിപ്പിച്ചത് എന്ന് പറയാം. അപ്പോൾ വിചാരണാ ഘട്ടത്തിലടക്കം അന്വേഷണ സംഘം വലിയ പ്രതിസന്ധി നേരിടും. ജൈനമ്മ കേസിൽ ഒഴികെ ഒരു പക്ഷേ ഐഷ തിരോധാനം, ബിന്ദു പത്മനാഭൻ്റെ തിരോധാനം, ഈ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ വിചാരണാ ഘട്ടത്തിലടക്കം പ്രോസിക്യൂഷന് അല്ലെങ്കിൽ പോലീസിനൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ കേസുകൾ പ്രൂവ് ചെയ്യാൻ നന്നായി ബുദ്ധിമുട്ടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി ഇതിനകത്ത് സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലെങ്കിലും ഈ സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികൾ ഒക്കെ ഉണ്ടെങ്കിലും സെബാസ്റ്റ്യൻ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കൊലപാതകയാണ്. അപ്പോൾ അയാൾ ഈ ഘട്ടത്തിൽ, അതായത് ഏറ്റുമാനൂരിലെ ചോദ്യം ചെയ്യൽ അവസ്ഥയിൽ ഇയാൾ കോട്ടയം ക്രൈംബ്രാഞ്ചിനോടാണ് പല കുറ്റസമ്മത മൊഴികളും നടത്തിയിട്ടുള്ളത്. പക്ഷേ ആ കുറ്റസമ്മത മൊഴികളിൽ നിന്നും അയാൾ കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിയിൽ ഇയാളുടെ കസ്റ്റഡി അപേക്ഷയൊക്കെ വരുന്ന സമയത്തും ഇയാൾ അപ്പോൾ തന്നെ മാറ്റി പറയുന്നൊരു സാഹചര്യം ഇയാൾക്കുണ്ട്. അതായത് താനത് ചെയ്തിട്ടില്ല എന്ന് തനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു നിലപാടാണ് ഇയാൾ എടുക്കുന്നത്. മൗനമാണ് പാലിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അയാൾ എന്തെങ്കിലും അയാൾ ഓപ്പണായി തുടങ്ങിയാൽ ഒരു ഘട്ടത്തിൽ അയാൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് അയാൾ ആലോചിച്ചതിന് ശേഷമാണ്, പിന്നീട് മിണ്ടാതിരിക്കും, തല കുനിച്ച് മിണ്ടാതിരിക്കും. അതിനുശേഷം പിന്നീട് അയാളുടെ ആലോചനയിലാണ് പിന്നീട് അയാൾ ഓരോ ഉത്തരങ്ങളും പറയുന്നത്. അപ്പോൾ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് 2 ദിവസം നമ്മൾ ചോദ്യം ചെയ്യാൻ അയാളുടെ മുന്നിൽ വന്നു നിന്നാൽ ഈ 2 ദിവസത്തിനുള്ളിൽ അയാൾ നമ്മളെ പഠിച്ചെടുക്കുകയും ആ അടുത്ത ദിവസം അയാൾ നമുക്ക് എന്താണോ വേണ്ടത് അങ്ങനെ അയാൾ മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അപ്പോൾ അയാളിൽ നിന്നും ഇത് പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നെടുക്കാൻ വളരെ വലിയ ടാസ്ക് ആയിരിക്കും അന്വേഷണ സംഘത്തിനുണ്ടാവുക. അത് ഈ പറഞ്ഞ രീതിയിൽ പോസിറ്റീവായി മാറുമോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുമോ എന്നുള്ളത് പറയാൻ പോലും കഴിയില്ല. കാരണം ഇയാൾ എന്തുപയോഗിച്ച് കൊന്നു, എങ്ങനെ കൊന്നു, ഇതൊന്നും ഒരു വ്യക്തത ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സെബാസ്റ്റ്യൻ ഓപ്പൺ ആവുകയും ചെയ്യുന്നില്ല. പക്ഷേ
ഈ സ്ത്രീകളെല്ലാം ഇല്ലാതാക്കപ്പെട്ടതിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് അറിയുകയും ചെയ്യുക. ഇപ്പോൾ എന്തായാലും ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി ഇയാളെ പൂട്ടുക, ഇയാളൊരു സൈക്കോ കില്ലറാണ് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ പഴയ കേസുകളുടെ താമസം ഈ അന്വേഷണത്തെ വലിയ തോതിൽ ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏറ്റവും ഹോപ്പ്ഫുള്ളായി എല്ലാവരും കാത്തിരുന്ന ആ DNA പരിശോധനാ ഫലം ഇപ്പോൾ അത് നെഗറ്റീവായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ കിട്ടിയ സാമ്പിളുകളിൽ നിന്നും DNA പ്രൊഫൈൽ വേർതിരിച്ചിട്ട് ഇവരാരാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അയാൾ അതിനെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ആ രക്തസാമ്പിളുകൾ അടക്കം ലഭിച്ചത് വെച്ച് ജൈനമ്മ കേസിൽ മാത്രമായിരിക്കും സെബാസ്റ്റ്യൻ ഇനി പൂട്ടപ്പെടുക. ചേർത്തലയിലെ കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട നിരവധി കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. അത് ഏറ്റവും ആദ്യം തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ തന്നെയായിരുന്നു എത്തിച്ചുകൊണ്ടേയിരുന്നത്. കൂടുതൽ ദുരൂഹതകൾ ഉണ്ടായപ്പോൾ, കൂടുതൽ ആളുകൾ മിസ്സിംഗ് ആയപ്പോൾ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഞങ്ങൾക്ക് ആളുകളിലേക്ക് എത്താൻ സാധിച്ചിരുന്നു. അന്വേഷണ സംഘം തെളിവ് ശേഖരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഐഷ, ബിന്ദു പത്മനാഭൻ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധം പുലർത്തിയവർ, സെബാസ്റ്റ്യന്റെ പരിചയക്കാർ, അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ പല പ്രതികരണങ്ങളും നമ്മൾ കേട്ടതാണ്. അതിൽ നിന്നെല്ലാം ഈ കൊലപാതകി എന്നത് സെബാസ്റ്റ്യൻ തന്നെ എന്ന സൂചനകളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നു. പക്ഷേ നിയമരംഗത്തേക്ക് വരുമ്പോൾ കോടതിക്ക് മുന്നിൽ അത്തരം സൂചനകളോ അഭ്യൂഹങ്ങളോ ഒന്നുമല്ല പ്രധാനം. കൊല ചെയ്യപ്പെട്ടു എന്നത് സ്ഥിരീകരിക്കപ്പെടണം, കൊലപാതകി സെബാസ്റ്റ്യനാണ് എന്നും സ്ഥിരീകരിക്കപ്പെടണം. അതിന് ശാസ്ത്രീയമായ തെളിവുകൾ വേണം. ഇവിടെ പല കാലഘട്ടങ്ങളിൽ ആണ് ഈ സ്ത്രീകൾ ഒക്കെ മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നത് മാത്രവുമല്ല, ചിലരുടെ മിസ്സിംഗ് എന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അവരിൽ പലരും അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നുമായി ഒരു അടുപ്പവും പുലർത്തിയിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസും വല്ലാതെ പ്രയാസപ്പെട്ടു. കാലം പഴയതാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകളും ശേഖരിക്കുക എന്നത് പ്രയാസകരമായിരുന്നു. ആ കാലഘട്ടത്തിൽ ആണ് ഈ സിനിമയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള കുറ്റകൃത്യം സെബാസ്റ്റ്യൻ ചെയ്തത് എന്നത് മാത്രവുമല്ല, തെളിവുകൾ അടക്കം വളരെ വിദഗ്ധമായി ഇല്ലാതാക്കി എന്നതാണ്. അവിടെയാണ് അന്വേഷണ സംഘം വഴിമുട്ടി നിൽക്കുന്നത്. ഇനി കോടതിയിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ കോടതി ഈ ശാസ്ത്രീയമായ തെളിവുകൾക്കടക്കം എത്രത്തോളം പരിഗണന നൽകും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും സെബാസ്റ്റ്യൻ ശിക്ഷിക്കപ്പെടുക. പ്രായമേറിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ പോലും പോലീസിന് ശ്രമകരമാകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉണ്ടായിരുന്നത്.